ഇന്ന് വർത്തമാന കാലഘട്ടം ബന്ധങ്ങളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്ക് ജീവിക്കാൻ എന്താണ് മാർഗം എന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുടുംബ ബന്ധങ്ങളെല്ലാം ഇസ്ലാം വളരെ കർശനമായി പഠിപ്പിച്ച, ഇസ്ലാം വളരെ പ്രോത്സാഹനം കൊടുത്ത, നിങ്ങളെ ജീവിതത്തിൽ ആ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇന്ന് ബന്ധങ്ങളൊക്കെ പോയി. സഹോദരി ബന്ധങ്ങളൊക്കെ മുറിഞ്ഞുപോയി. ഉമ്മമാരുടെ കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ, വാപ്പമാരുടെ കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഈ ബന്ധങ്ങളെല്ലാം കുടുംബപരമാകുന്ന ബന്ധങ്ങളൊക്കെ ഇന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കാരണം പല വിഷമങ്ങളും പ്രതിസന്ധികളും നമുക്ക് നേരിടേണ്ടി വരും. അല്ലാഹു നമ്മുടെ ബന്ധങ്ങളെല്ലാം, കുടുംബ ബന്ധങ്ങളെല്ലാം അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ബന്ധം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. മനുഷ്യ ജീവിതത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ കൽപ്പനകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ന് ചിന്തിച്ചു നോക്ക്, ഓരോ കുടുംബങ്ങളിലേക്ക്, നമ്മൾ മറ്റുള്ള കുടുംബങ്ങളിലേക്കൊന്നും നോക്കാതെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നോക്കിയാൽ മതി. ചെറിയ എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ, എന്തെങ്കിലും സാമ്പത്തികപരമായോ അല്ലെങ്കിൽ വാക്കാലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിനെ പറഞ്ഞു തീർക്കാൻ, പരിഹരിക്കാൻ പറ്റുന്ന, വാക്കുകളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയത്തിന്റെ പേരിൽ അത് മൂർച്ഛിച്ച ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. സഹോദരങ്ങളുമായുള്ള ബന്ധമില്ല, വാപ്പയുടെ കുടുംബവുമായുള്ള ബന്ധങ്ങളില്ല, ഉമ്മയുടെ കുടുംബവുമായുള്ള ബന്ധങ്ങൾ മുറിഞ്ഞുപോയി, ഭർത്താവിന്റെ കുടുംബവുമായി, ഭാര്യയുടെ കുടുംബവുമായുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞു. എന്തിന്റെ പേരിൽ? എന്തോ ചെറിയ വിഷയത്തിന്റെ പേരിൽ. അതാണോ ഇസ്ലാം? ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങളിൽ ചില അമലുകളെ ചേർത്ത് പറയുന്നുണ്ട്. അൻതഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബില്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കണമെന്നും അല്ലാഹുവിനെ പങ്കുചേർക്കരുതെന്നും പഠിപ്പിച്ചതിനോടൊപ്പം അല്ലാഹു തആല പറയുന്നു, ബന്ധങ്ങളെ നിങ്ങൾ നിലനിർത്തണം. അങ്ങനെ പല ആയത്തുകളും അല്ലാഹു തആല കുടുംബ ബന്ധം നിലനിർത്തുന്നതിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, അൻതഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. നിങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവങ്ങളെയും ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ പങ്കുചേർക്കരുത്. മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് പറഞ്ഞതിനോടൊപ്പം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞ അതേ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വബിദിൽ ഖുർബാ, ബന്ധങ്ങളൊക്കെ നിങ്ങൾ നിലനിർത്തണം. കുടുംബ ബന്ധം ഒരിക്കലും നമ്മൾ മുറിഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, അൻതഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വതുഖീമുസ് സ്വലാത വതുഅ്തിസ് സകാത വതസിലുർ റഹ്മ. ഹബീബായ പ്രവാചകൻ പറയാൻ, നിങ്ങൾ ഇബാദത്ത് എടുക്കണം, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ സകാത്ത് കൊടുക്കണം. ഈ അമലുകളൊക്കെ പറഞ്ഞതിനോടൊപ്പം അല്ലാഹു പറയാണ്, നിങ്ങൾ വതസിലുർ റഹ്മ, കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം. ബന്ധങ്ങളെ മുറിച്ചു കളയാനുള്ളതല്ല, ബന്ധങ്ങൾ മുറിച്ചു കളയാനുള്ളതല്ല, ബന്ധങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ളതാ. അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു
അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വസിലുർ റഹ്മ, കുടുംബ ബന്ധം നിങ്ങൾ ചേർത്തുകൊണ്ട് വേണം ജീവിക്കാൻ. ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാകരുത്. ബന്ധങ്ങൾ വിളക്കി ചേർത്ത് കൊണ്ടുപോകുന്നവരാകണം. ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നവരാകരുത്. فإنه أبقى لكم في الدنيا وخير لكم في الآخرة. കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് أبقى لكم في الدنيا, ദുനിയാവിൽ നിങ്ങൾക്ക് ആയുസ്സിനെ അല്ലാഹു തആല നീട്ടിത്തരും. ദുനിയാവിൽ കുറെ കാലങ്ങൾ അല്ലാഹു ജീവിക്കാനുള്ള തൗഫീഖ് നൽകും. വഖൈറുൽ ലക്കും ഫിൽ ആഖിറ, ആഖിറത്തിൽ നിനക്ക് വലിയ ഉപകാരമാണ്. ആഖിറത്തിൽ പ്രയോജനം ചെയ്യും. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തആല പിന്നെയും ജീവിക്കാനുള്ള ആയുസ് അല്ലാഹു തആല നീട്ടിത്തരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആയുസ് നീട്ടിക്കിട്ടാൻ ഒരു മാർഗമാണ് ബന്ധങ്ങൾ നിലനിർത്തുക. കുടുംബ ബന്ധം നിലനിർത്തും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാ. നമ്മൾ ചിന്തിച്ചു നോക്ക്. സംസാരിച്ച് ഒന്നിച്ചിരുന്നാൽ അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടി ഒന്ന് സലാം പറഞ്ഞാൽ തീരാവുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരുമായി ഒന്നിച്ചിരുന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ബന്ധങ്ങൾ ഇങ്ങനെ മുറിച്ചു കളയുക എന്ത് എളുപ്പമാണ്. അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണോ? അല്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്തൂബുൻ ഫിത് തൗറാത്ത്, മഹാനാകുന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറക്കപ്പെട്ട തൗറാത്തിൽ പോലുമുണ്ട്, മൻ അഹബ്ബ, നബി തങ്ങൾ പറയാണ്, മൻ അഹബ്ബ അയസാദ ഫീ ഉംരിഹി വഫീ റിസ്ഖിഹി, ഒരാളുടെ ആയുസ് നീട്ടിക്കിട്ടാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അയ്യുഹിബ്ബ മൻ അഹബ്ബ അയറാദ ഫീ ഉംരിഹി, ആയുസ് നീട്ടിക്കിട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ? ആർക്കാ ഇഷ്ടമില്ലാത്ത? കുറെ നാളുകൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഹബീബായ പ്രവാചകൻ പറയുന്നു, അങ്ങനെ ആയുസിനെ നീട്ടിക്കിട്ടണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ? അവന്റെ അന്നം മുടങ്ങാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പട്ടിണി കിടക്കാതെ, ജോലിയിൽ ബർക്കത്ത് ലഭിച്ച് നല്ല കച്ചവടം ഉണ്ടായി, നല്ല ജോലി ഉണ്ടായി, അങ്ങനെ റിസ്ഖിൽ ബർക്കത്ത് കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊണ്ടുപോകട്ടെ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി വെറുതെ പറയുന്നില്ല, ഹദീസ് നബിതങ്ങൾ പഠിപ്പിക്കുകയാ. ആയുസ് നീട്ടി കിട്ടണം, അല്ലെങ്കിൽ അതുപോലെ ഭക്ഷണത്തിൽ ബർക്കത്ത് കിട്ടണോ, ജോലിയിൽ ബർക്കത്ത് കിട്ടണോ, കുടുംബ ബന്ധം ചേർക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സൂറത്തുർ റഅദിൽ ഒരു ആയത്ത്, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിതു, അല്ലാഹു തആല തീരുമാനിച്ചാൽ ചില കാര്യങ്ങളൊക്കെ മാറ്റി എഴുതാൻ അല്ലാഹുവിന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല എന്തെങ്കിലും ഒരു തീരുമാനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിനെ മാറ്റി എഴുതാനും അല്ലാഹു തആല കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിച്ചാൽ മാറ്റി എഴുതും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു, ഒരാള് അവന്റെ കുടുംബ ബന്ധം ചേർത്താൽ കുടുംബ ബന്ധം ഒരാൾ ചേർത്ത് കഴിഞ്ഞു, അവന്റെ ദുനിയാവിൽ അവന് ചുരുങ്ങിയ ദിവസമേ അല്ലാഹുവിന്റെ ഖളാഇൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ. ഇവന്റെ ജീവിതത്തിൽ 3 ദിവസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അല്ലാഹുവിന്റെ ഖളാഇൽ. ഇവൻ കുടുംബ ബന്ധം ചേർത്തു എന്നതിന്റെ പേരിൽ ഫയസീദുല്ലാഹു ഫീ ഉംരിഹി 30 സന, പിന്നെയും വർഷങ്ങളോളം ജീവിക്കാൻ
അല്ലാഹു തആല അത് മാറ്റി എഴുതുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതിന്റെ ഒരേ ഓപ്പോസിറ്റ്. ഇനി ഒരാള് ബന്ധം മുറിച്ചാലോ, കുടുംബ ബന്ധം, വാപ്പയുമായുള്ള ബന്ധം, ഉമ്മയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള കുടുംബക്കാരുമായുള്ള ബന്ധം ഒരാൾ മുറിച്ചാൽ ദീർഘകാലം ജീവിക്കാനുള്ള അല്ലാഹുവിന്റെ ഖളാഅ് അവനിക്കുണ്ടായാൽ പോലും അവന്റെ ആയുസ്സിനെ അല്ലാഹു തആല വെട്ടിച്ചുരുക്കി പെട്ടെന്ന് അവന് മരണമുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാള് ദീർഘകാലം ആയുസ് ആഫിയത്തോടു കൂടി ജീവിക്കണോ, അല്ലാഹുവിന്റെ ഭാഗത്ത് റിസ്ക് വിശാലമാകണോ, എങ്കിൽ അതിന് നല്ലൊരു മാർഗമാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഫൽയസിൽ റഹ്മ, കുടുംബ ബന്ധം ചേർക്കണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ എന്നും നിലനിർത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് അബൂ യഹ്യ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു, അൻ റജുലിൻ മിൻ ഹസീം, ഹസീം ഗോത്രക്കാരനാകുന്ന ഒരാളെ സംബന്ധിച്ച് മഹാനാകുന്ന അബൂ യഹ്യ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നഫരി മിൻ അസ്ഹാബിഹി. മഹാനാകുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുമായി ഇരിക്കുന്ന സമയത്ത് ഫഖുൽതു, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ അന്തല്ലദീ തസ്അമു അന്നക റസൂലുള്ളാഹ്, നബിയേ അങ്ങ് പ്രവാചകനാണല്ലോ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണല്ലോ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യാ റസൂലുള്ളാഹ് അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? നബി തങ്ങളോട് ചോദിക്കാൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽ ഈമാൻ ബില്ലാഹ്, അൽ ഈമാൻ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് നീ വിശ്വസിക്കണം, നീ ഈമാനുള്ളവനാകണം. സുമ്മ ഖുൽതു, പിന്നീട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സുമ്മ പിന്നെ ഏതാണ് നബിയേ? അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഏതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്ന് ചോദിച്ചപ്പോ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, സിലത്തുർ റഹ്മി, കുടുംബ ബന്ധം ചേർക്കലാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലാണ് കുടുംബ ബന്ധം ചേർക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ പ്രവാചകനോട് ചോദിച്ചു, നബിയേ അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യം ഏതാ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് വെക്കലാണ്. പിന്നെ ഏതാണ് നബിയേ? അവിടുന്ന് പറയുന്നു, ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഖതഅതുർ റഹ്മ, കുടുംബ ബന്ധം മുറിക്കലാണ്. കുടുംബ ബന്ധം മുറിക്കൽ അല്ലാഹുവിന് വലിയ കോപമുള്ള കാര്യമാണ്. കുടുംബ ബന്ധം ചേർക്കൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, സലാസു മൻ കുന്ന ഫീഹി, മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടോ, ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അവന്റെ വിചാരണ അല്ലാഹു തആല എളുപ്പമാക്കുന്നു. വഅദ്ഖലഹുൽ ജന്നത ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ എന്ന് പറയാണ്. സ്വഹാബത്ത് ചോദിച്ചു, ഖാലൂ മാ യാ റസൂലല്ലാഹ്, ഏതാണ് നബി ആ മൂന്ന് കാര്യം? ഹബീബായ പ്രവാചകനോട് വന്ന് പറയുന്നു, തുഅ്തി മൻ ഹറമക്, ഒന്നാമത് നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്കുക. നിനക്ക് ഇങ്ങോട്ട് തരാത്തവനാണ്, എന്നാൽ നീ അങ്ങോട്ടുള്ളത് കൊടുക്കുക. അത് നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു പാസാ.
സ്വർഗത്തിൽ പോകാൻ ഒരു ടിക്കറ്റാണ്. നിനക്ക് പിടിച്ചു വെച്ചോ, നിനക്ക് തരാതെ പിടിച്ചു വെച്ചവർക്ക് നീ അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ടൊന്നും തരാത്ത ഒരാളാണ് എങ്കിലും അങ്ങോട്ട് നിന്റെ നല്ല മനസ്സുകൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ ആ ഒരു കാര്യം കൊണ്ട് അല്ലാഹു തആല അവന്റെ വിചാരണ എളുപ്പമാക്കുന്നു. രണ്ടാമത്തെ കാര്യം മുറിഞ്ഞു പോയ ബന്ധങ്ങളൊക്കെ ചേർക്കലാണ്. നിന്റെ പ്രവർത്തനം കൊണ്ടല്ല, മറ്റൊരാളുടെ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽപ്പെട്ട അവരെ മറ്റുള്ളവരുടെ പ്രവർത്തനം കൊണ്ട് മുറിഞ്ഞു പോയ ബന്ധങ്ങളുണ്ടോ, ആ ബന്ധങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നിന്റെ എളുപ്പം ഹിസാബ് എളുപ്പമാകുന്നു, വിചാരണ എളുപ്പമാകുന്നു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. നിന്നെ ആക്രമിച്ചവർക്ക്, നിന്നെ ചീത്ത വിളിച്ചവർക്ക്, നിന്നെ പരിഹസിച്ചവർക്ക്, നിന്നെ വല്ലാതെ മോശപ്പെടുത്തിയവർക്ക്, നിന്നോട് അക്രമം കാണിച്ചവരോട് നീ മാപ്പ് ചെയ്തു കൊടുത്തു. നിന്നെ ചീത്ത വിളിച്ചവർക്ക് നീ മാപ്പ് കൊടുത്തു, നിന്നെ ആക്ഷേപിച്ചവർക്ക് നീ മാപ്പ് കൊടുത്തു, നിന്നെ മോശമാക്കിയവരോട് നീ മാപ്പ് കൊടുത്താൽ നിനക്ക് സ്വർഗം ഉറപ്പാണ്, വിചാരണ എളുപ്പമാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ എത്രയും വേഗം നമ്മുടെ മുറിഞ്ഞ ബന്ധങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുപോകാൻ നാം തയ്യാറാകണം. അതിന്റെ ഗൗരവം അറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടിരുന്നപ്പോൾ, സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, എന്റെ ഈ സദസ്സിൽ ആരും ഇരിക്കരുത്, ഒരാളും ഇരിക്കരുത്. ആരാണ് ഇരിക്കരുത്? കുടുംബ ബന്ധം മുറിച്ച ഒരാളെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പാടില്ല. ലിയക്കും അന്ന, പെട്ടെന്ന് എഴുന്നേറ്റ് വെക്കണം. നബിതങ്ങൾ ആ സ്വഹാബാക്കളുടെ കൂട്ടത്തോട് പറയാ, കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും എന്റെ ഈ സദസ്സിലുണ്ടെങ്കിൽ ലിയക്കും അന്ന, എഴുന്നേറ്റ് വെക്കൊള്ളണം. ഒരാളും അവിടുന്ന് എഴുന്നേറ്റ് പോയില്ല. ഇല്ലാ റജുൽ, ഒരു മനുഷ്യൻ മാത്രം, ഒരാൾ മാത്രം എഴുന്നേറ്റു പോയി. അവിടുന്ന് എഴുന്നേറ്റ് പോയി, പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു. നബിതങ്ങൾ ചോദിച്ചു, മോനെ മാലകലം യകുന്ന അഹദുൻ മിൻ ഖൽഖത്തിൻ ഗൈറക, ഈ സദസ്സിൽ നീ അല്ലാതെ വേറെ ആരും പോയിട്ടില്ലല്ലോ, എന്താണ് നീ പോകാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ നബിതങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ ഉമ്മയുടെ സഹോദരിയുമായി ഞാൻ അല്പം പിണക്കത്തിലായിരുന്നു. ഞാൻ പെട്ടെന്ന് നബിതങ്ങളെ വാക്ക് കേട്ട് എഴുന്നേറ്റ് പോയി എന്റെ ഉമ്മയുടെ സഹോദരിയുമായി സംസാരിച്ചു, പിണക്കം മാറ്റി സന്തോഷത്തോടു കൂടി മടങ്ങി വന്നു നബിയേ. അപ്പോഴാണ് ഹബീബായ പ്രവാചകൻ പറഞ്ഞു, അഹ്സൻത, മോനെ നീ നല്ലൊരു പ്രവർത്തനമാണ് ചെയ്തത്, അവിടെ ഇരുന്നോളൂ. അലാ ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹം, കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്നവർ ഒരാൾക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകില്ല. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് ഉണ്ടാകില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, മനസ്സിന് സുഖമില്ല, കുടുംബത്തിന് പ്രശ്നമാണ്, മക്കൾക്ക് സുഖമില്ല, മക്കൾക്ക് ജോലിയില്ല, അവിടെ പോയിട്ട് നഷ്ടമാണ്, ഇവിടെ പോയിട്ട് നഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചിന്തിക്കണം, നമുക്ക് ഏതെങ്കിലും ഒരു പ്രയാസം നേരിടുമ്പോ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ചിന്തിച്ചോ, ഏതെങ്കിലും ബന്ധത്തിന് കോട്ടം വന്നിട്ടുണ്ടോ, കുടുംബ ബന്ധത്തിൽ എവിടെയെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടോ എങ്കിൽ അതാണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നമ്മളെ കുടുംബ ബന്ധം നിലനിർത്തി സന്തോഷകരമായി അല്ലാഹുവിന്റെ എല്ലാ റഹ്മത്തും ലഭിച്ച്, അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച് സന്തോഷത്തോടു കൂടിയുള്ള ബന്ധമായിരിക്കണം നമ്മുടെയൊക്കെ ബന്ധം. അല്ലാഹു തആല എന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.